ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അവിടെയൊക്കെ തണുപ്പൊക്കെ തുടങ്ങിയോ? ഇവിടെയും കഴിഞ്ഞ 1-2 ദിവസമായിട്ട് തണുപ്പായിട്ടുണ്ട്. 2 ദിവസമായിട്ട് ചെറിയ തണുപ്പൊക്കെ ഉള്ളായിരുന്നു. ഇന്ന് തൊട്ട് നല്ല രീതിയിലുള്ള തണുപ്പായിട്ടുണ്ട്. ജാക്കറ്റൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരു ചോദ്യം ചോദിക്കാനാണ്. നിങ്ങളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ട്രെയിനിൽ കയറാത്തവരെ വളരെ ചുരുക്കമാണ്. നമ്മൾ ട്രെയിനിൽ ഒത്തിരി ദൂരയാത്രകളൊക്കെ പോയിട്ടുണ്ട്. ചിലർ റിസർവേഷൻ എടുത്ത് പോയിട്ടുണ്ട്, ചിലർ ലോക്കലിൽ കയറി പോയിട്ടുണ്ട്. പഠിക്കുന്ന കാലത്തും അങ്ങനെയൊക്കെ ആവാനായിട്ടും യാത്രകൾ ചെയ്യാനും ഓരോ സ്ഥലങ്ങൾ കാണാനും എല്ലാമായിട്ട് നമ്മൾ ട്രെയിനിൽ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിൻ അല്ലെങ്കിൽ ഇനിയിപ്പോൾ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ പോലും ട്രെയിൻ ഒരു തവണയെങ്കിലും കാണാത്തവരായിട്ട് വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ കാണുള്ളൂ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ട്രെയിൻ കണ്ടു കാണും. ഇല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ക്രോസ് നിൽക്കുമ്പോഴെങ്കിലും ട്രെയിൻ കടന്നു പോകുന്നതെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ട്രെയിൻ കാണുകയും റെയിൽവേ ക്രോസിൻ്റെ അടുത്ത് പോയി നിന്ന് ട്രെയിനിൻ്റെ കോച്ചുകൾ എണ്ണുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹരമാണ് ചെറുപ്പത്തിലൊക്കെ. അങ്ങനെയൊക്കെ എൻ്റെ ചെറുപ്പത്തിലാണെങ്കിൽ എൻ്റെ അമ്മ വീട്ടിൽ പോകുന്നിടത്താണ്, അവിടെയാണ് ട്രെയിൻ ഉള്ളത്. അവിടെ പോകുമ്പോഴത്തേക്കിന് ഈ റെയിൽവേ ക്രോസിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുമായിരുന്നു. അതുപോലെ ഈ റെയിൽവേ ക്രോസിലൊന്ന് പിടിച്ച് നിൽക്കാൻ നോക്കുമായിരുന്നു. പിടിച്ച് നിന്ന് വരുമ്പോഴത്തേക്കും ട്രെയിൻ ഇങ്ങോട്ട് അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മളങ്ങ് പേടിച്ചു പോകും. നമ്മൾ പിന്നെ പുറകോട്ട് അങ്ങ് തിരിഞ്ഞു പോകും. ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല, ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ എണ്ണുകയും അതൊക്കെ ഒരു ചെറുപ്പത്തിലൊരു ഹരമാണ്. എല്ലാവർക്കും ഇതാണ്. അതുപോലെ തന്നെ എല്ലാവരും ട്രെയിൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ട്രെയിൻ കണ്ടിട്ടുണ്ടെങ്കിലും ട്രെയിനിലുള്ള ഒരു കാര്യം, അത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. ട്രെയിൻ പോയി കഴിയുമ്പോൾ ലാസ്റ്റ് ബോഗിയുടെ പുറയിലായിട്ട് ഒരു ഇൻഡു മാർക്ക് ഇട്ടേക്കുന്നതാണ്. ഈ ഇൻഡു മാർക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഈ ഇൻഡു മാർക്ക് എന്തിനാണ് ഇട്ടേക്കുന്നത്? ഇൻഡു മാർക്ക് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കാരണം ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും ഇതിൻ്റെ ഉത്തരം അറിയണമെന്നില്ല. ഇതിൻ്റെ ഉത്തരം ചിലർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും കൂടുതൽ ആൾക്കാർക്കും ഇതിൻ്റെ ഉത്തരം അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇനിയിപ്പോൾ അറിയുന്നവർ അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. എത്ര പേർക്ക് ഇതിൻ്റെ ഉത്തരം അറിയാമെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും അറിയാമെന്നുള്ള ഉത്തരം, നിങ്ങളുടെ ഉത്തരം എന്തായാലും അത് വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.